ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഞാൻ ഈ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് എടുക്കേണ്ടതായിരുന്നു. എൻ്റെ കൊളസ്ട്രോൾ, ഷുഗർ, ടെസ്റ്റോസ്റ്ററോൺ ഇതെല്ലാം ചെക്ക് ചെയ്യായിരുന്നു. എന്താണ് മോനെ, ഇന്ന് രാവിലെ പിന്നെയും ഞാൻ ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ കറണ്ട് ഇല്ല വീട്ടിൽ. ഇൻവേർട്ടർ മേടിക്കണോടെ, ഈ കറണ്ട് ഇല്ല, നടക്കില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നും നടന്നിട്ടില്ല. പിന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഒരു 15-10 രൂപയ്ക്ക് ഒരു വണ്ടി മേടിച്ചിട്ട്, ഒരു ബൈക്ക് മേടിച്ചിട്ട്, സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി വല്ലതും മേടിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കാമെന്ന്. ഇത് ഇപ്പം എനിക്കെന്തോ എന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഐഡിയ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറഞ്ഞിരുന്ന് നല്ല ഒരു വലിയ വീഡിയോയും ചെറിയ വീഡിയോ ഉണ്ടാകും, ഷോർട്സും ലോങ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോ ഐഡിയാസ്. എന്ന് വെച്ചാൽ എനിക്ക് ബഡ്ജറ്റ് കൂട്ടണമെന്നുണ്ട്. പക്ഷേ ആദ്യം പൈസ ഉണ്ടായിട്ടില്ല, ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. വെറുതെ ബഡ്ജറ്റ് കൂട്ടിക്കൊണ്ടിരുന്നത് ഞാനത് റിസർവ് ബാങ്ക്. ഈ വീഡിയോ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആൾക്കാർക്ക് ദൈവം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, അതാണ് ഇതാണ്. സെക്കൻഡ് ഹാൻഡ് കുറച്ച് നേരം പഴകിയത് കൂടി ആയിരിക്കും. എന്ന് വെച്ചാൽ 15 രൂപയ്ക്ക് ഒരു ബൈക്ക് കിട്ടുമെന്ന് പറയുമ്പം പുതിയത് കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എന്തായാലും മേടിക്കുന്നതിന് ആവശ്യമുള്ളതായിരിക്കത്തില്ല, അല്ലാതെ മേടിക്കത്തില്ലല്ലോ. ആവശ്യമില്ലാത്ത കൊടുക്കുന്നില്ലല്ലോ. ആവശ്യമുള്ള മേടിക്കുമ്പോൾ പിന്നെ മുമ്പിലോട്ട് വരുമ്പോൾ ചെറിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ പൊടി വെട്ടി അടിച്ച് ഓടിച്ചോളും, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ പോലെ അല്ല, പുട്ടൊന്നും അല്ല, വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇരുട്ടത്തിറങ്ങുന്നുണ്ടല്ലോ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 5 മുട്ടയുടെ ബുൾസായി. അനങ്ങുന്നുണ്ടോ? ഫൈനലി ഞാൻ എൻ്റെ ഫുൾ കാര്യങ്ങളും ജോലികളും എന്തൊക്കെയുണ്ട് ഇന്ന് അതെല്ലാം ഞാൻ സമാപ്താക്കിയിരിക്കുകയാണ്, എന്നുവെച്ചാൽ തീർത്തിരിക്കുകയാണ്. ഏകദേശം 6 മണിയായപ്പോൾ എല്ലാം തീർന്നത്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയ്ക്ക് പോകണമെന്ന്. അത് നടന്നില്ല, എൻ്റെ ക്യാമറമാൻ വന്നില്ല. ക്യാമറമാൻ എപ്പോഴാണ് സമയത്ത് വന്നിട്ടുള്ളത്. അവൻ ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അന്നൊരിക്കലും വരത്തില്ല, അടുത്ത ദിവസം വരത്തുള്ളൂ. എന്നിട്ട് അവൻ മെസ്സേജ് ചെയ്ത് പറഞ്ഞു കേട്ടാ, പയ്യൻ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മെസ്സേജ് ചെയ്ത് അവൻ പറഞ്ഞ് പറ്റത്തില്ലെന്ന്, വരാൻ പറ്റത്തില്ലെന്ന്, താമസിക്കും 5 മണിക്ക് കേരളത്തിൽ എവിടെ പോയിട്ട് ഇരുട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് നടന്നില്ല. അതല്ലാതെ എൻ്റെ ഡയറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇപ്പം വിശപ്പേ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ വിശപ്പ് അനുസരിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ, കാർണിവറസ് ഡയറ്റിനകത്ത് വിശപ്പ് അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ണം കുറയും. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തള്ളി കയറ്റുവാണ്. എനിക്ക് മടിയുണ്ട് കഴിക്കാൻ, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതല്ലാതെ കുറേ വെള്ളം കുടിക്കണം. വെള്ളമേ കുടിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, വെള്ളം മഴ വെള്ളം കുറേ കുടിക്കണം. ഡെയിലി ഇപ്പോൾ 6 ലിറ്ററൊക്കെയാണ് കുടിക്കുന്നത്. കുടിച്ചാലും തീരത്തില്ല. അങ്ങനെ പിന്നെയും വേണം. അതൊരു ഇഷ്യൂ. അത് ഇഷ്യൂ അല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ എനിക്ക് ഈ മധുരം, ഇന്നലെ എനിക്ക് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടായിരുന്നല്ല, ഇന്ന് ഒട്ടുമില്ല. ഇന്ന് എനിക്ക് ഒന്നും വേണമെന്നില്ല. ഇന്നലത്തെ ആ ഫീലൊന്നും ഇല്ലതാ. ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഞാൻ ഈ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് എടുക്കേണ്ടതായിരുന്നു. എൻ്റെ കൊളസ്ട്രോൾ, ഷുഗർ, ടെസ്റ്റോസ്റ്ററോൺ ഇതെല്ലാം ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തില്ല. ഓൾറെഡി ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഏകദേശം ഇപ്പം ഡയറ്റിലോട്ട് ശരീരം മാറി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് കുറച്ച് വ്യത്യാസമായിരിക്കും നോർമലെക്കാട്ടിലും. എന്നാലും നാളെ നമുക്ക് പോയി എടുക്കാം രാവിലെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വെളിച്ചത്ത് പുറത്തിറങ്ങി വരേണ്ട ഞാനാണ്. ഇതിപ്പം വൈകുന്നേരമല്ല, രാത്രി ഉണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പൂവൊക്കെ ഇറങ്ങി വരുന്നു കുറേ. പൊക്കത്തോറ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഫുള്ള് നിറഞ്ഞു കിടക്കുമല്ലേ. പാഷൻ ഫ്രൂട്ട് കയറിയിട്ടാണ് ഇത് ഫുള്ളും ഇങ്ങനെ താന്നത്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോഴാണ് വരുന്നത്. എന്താ അറിയില്ല, ഒടുക്ക തുറക്കുമായിരുന്നു എനിക്ക്. ഞാൻ ഉറങ്ങി കിടന്നേനെ, പക്ഷേ ഞാൻ പിന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നത് തന്നെ. എന്തായാലും നാളത്തേക്ക് ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 15-10 രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടി താല്പര്യം എനിക്ക് വെറും ഫസ്റ്റ് ഹാൻഡ് കൊടുക്കാനാണ്. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് അല്ലെന്ന് വെച്ചാൽ പുതിയ വണ്ടി കൊടുക്കാനാണ്. പക്ഷെ പുതിയ വണ്ടി കൊടുക്കാനുള്ള ബഡ്ജറ്റില്ല എൻ്റെ കയ്യിൽ. അപ്പം പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാനാണ്? എനിക്കെന്ന് വെച്ചാൽ ഈ ചെറിയ വീഡിയോ ഷോർട്സ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഷോർട്സ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എനിക്കൊരു റിട്ടേൺ വരത്തില്ല. റിട്ടേൺ വരാതെ എനിക്ക് ഇനിയും വലിയ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോസും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കണം ഇനി മുതൽ. അപ്പോൾ ലോങ് വീഡിയോസിന് ഇങ്ങനത്തെ വണ്ടി, ഇങ്ങനത്തെ കുറച്ച് ബഡ്ജറ്റുള്ളത് ചെയ്താലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് 10-15 രൂപ നല്ല വലിയൊരു തുകയാണ്. അത് വേറെ രീതിയിൽ ചെയ്യണോ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആർക്കെങ്കിലും ആവശ്യം കാണാതിരിക്കത്തില്ല. അങ്ങനെ നല്ല കുറച്ച് പഴക്കം കാണും. എന്നാലും അറിയില്ലടേ. ഇപ്പോൾ എന്തായാലും ഞാൻ ജിമ്മിലോട്ട് എത്തട്ടെ. ഇത് ഡേ 3 ഓഫ് 30 days കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ. ഇന്നത്തെ ആദ്യത്തെ എക്സസൈസ് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആയിരുന്നു. എനിക്ക് ഇൻക്ലൈൻ ചെയ്യാൻ ഇഷ്ടം, പക്ഷേ ഇൻക്ലൈൻ ബെഞ്ച് ഫ്രീ ആയിരുന്നപ്പോൾ എന്തായാലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഏകദേശം 110 കിലോ ഉണ്ട്. ഏകദേശം 8 റെപ്പ് ഞാൻ അടിക്കും, 3 സെറ്റ്. അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്യുന്ന ഇൻക്ലൈൻ ഡംബിൾ ഫ്ലൈ ആണ്. മഷീനിൽ ഞാൻ സാറിന് ചെയ്യാറുള്ളത്, പക്ഷേ മഷീനിൽ വെയിറ്റ് പോരാത്തതുകൊണ്ട് പിന്നെ ഡംബിളിലോട്ട് മാറിയത്. ഈ ഡംബിളിന് 25 കിലോ ഉണ്ട്. ഈ കാർണിവറസ് ഡയറ്റിൽ ഏകദേശം ഞാൻ 250-300 ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു 200-250 ഗ്രാം ഫാറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ബോൾ പാർക്കാണ് ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാറുള്ളതുകൊണ്ട്. അപ്പോൾ അടുത്ത എക്സസൈസ് ട്രാപ്സിന് വേണ്ടിയാണ്. ട്രാപ്സിന് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എനിക്ക് തോന്നുന്നത്
നമ്മൾ കേബിൾ വെച്ചാണ്, പക്ഷേ കേബിളിന് അവിടെ വെയിറ്റ് പോരാ. എന്റെ റൈറ്റ് ഹാൻഡ് ഡോമിനന്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഏറെ പൊക്കത്തോട്ട് കയറുന്നുണ്ട്. ഒരു മിറർ അടുത്തുണ്ടായിരുന്ന എനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അടുത്ത എക്സസൈസ് ട്രൈസെപ്സിന്റെ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ. ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ട്രൈസെപ്സിന് വേണ്ടി, ഇപ്പൊ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ അടുത്ത എക്സസൈസ് ബൈസെപ്സിന് വേണ്ടിയാണ്. ഇത് ഏകദേശം 25 കിലോ ഉണ്ട്. 25 കിലോയുടെ 8 റെപ്പ് വെച്ച് അടിക്കും ഞാൻ. കാർണിവറസ് ഡയറ്റ് ആണ്, ഓൾമോസ്റ്റ് 0 കാർബ്സും ഓൾമോസ്റ്റ് 0 ഫൈബറും ആണ്. അപ്പം ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ലേറ്റ് ആവുന്നേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട്. ബൈസെപ്പിന് ഒരു സെറ്റ് ഞാൻ അവിടെ ചെയ്തുള്ളൂ, ബാക്കി 2 സെറ്റ് ഞാൻ ഈ മെഷീനിലാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ മിക്കപ്പോഴും മെഷീൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വല്ലപ്പോഴൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഡബിൾ കൾസിലോട്ടും പോകും. പിന്നെ മെഷീൻ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കൈ ചെയ്യുന്നതുകൊണ്ട് ഇരട്ടി സമയം എടുക്കും. എന്റെ ഹ്യൂമൻ ഫ്ലാഗിന്റെ സൈഡ് ക്വസ്റ്റിന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ ഏകദേശം നല്ല കൂടുതൽ ഹാങ് ടൈം പിടിക്കുന്നത് കേട്ടോ. അത് 2 കൈയിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. എനിക്ക് വയ്യ. കേരളത്തിൽ മഴ എപ്പോഴും പോയി. ഞാൻ പക്ഷേ ജിമ്മിൽ ജസ്റ്റ് പുറത്തിറങ്ങിയതുള്ളൂ. ഇന്ന് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. ഒറ്റയടിക്കിപ്പം ഞാൻ ഈ മഴയത്ത് വീട്ടിലെത്തണം. വീട്ടിൽ പോയിട്ട് ഇനിയും കുറേ ആഹാരം കഴിക്കണമല്ല. വീട്ടിൽ എത്തിയപ്പോൾ തന്നെ നീ എന്നെ സ്വീകരിക്കാൻ വന്ന് മുള്ളുകയും ചെയ്തു. മീൻ വറുക്കുന്നു, അതും കിളിമീൻ. എന്താ വറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ കുളിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തോ കൊണ്ടിരിക്കുന്നത് ഗസ് ചെയ്യാൻ പറ്റുക? മുട്ടയല്ല, മീനാണ് മോനെ, മീൻ. ഞാനൊരു ബെൽറ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുക. മറ്റേ ഈ വെയിറ്റ് ഇട്ടിട്ട് പുള്ളപ്പൊക്കെ അടിക്കുന്നൊരു ബെൽറ്റ് ഇല്ലേ, അതിൻ്റെ ആവശ്യമുണ്ട്. അത് നല്ല മസിലപ്പ് ചെയ്യാൻ പറ്റുന്നു. മസിലപ്പ് എന്താണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന്. എൻ്റെ ഒരു ഫിറ്റ്നസ് യൂട്യൂബ് ചാനൽ അല്ല ഇതിപ്പം. 1 മാസത്തേക്ക് ഞാനൊരു ചാലഞ്ച് ഇട്ടിട്ടിരിക്കുന്നതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരണം. നമ്മുടെ എല്ലാ ചാലഞ്ച് വീഡിയോ കണക്ക് ഇതൊരു ചാലഞ്ച് വീഡിയോ ആണ്. 20-25,000 ആവും. കഴിഞ്ഞ പ്രാവശ്യം 20 ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 25,000 ചില സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. മീനൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ പ്രൈസാണ്. 1 കിലോ ഇറച്ചിയൊക്കെ കഴിച്ച്, 5 മുട്ട കഴിച്ച്, പിന്നെ ഒരു 300-400 ഗ്രാം മീനും കഴിച്ച്. അപ്പോൾ ഇനി എനിക്ക് വയറ്റി സ്പേസ് ഉണ്ട്.